എളവള്ളി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ മുളങ്കൂടുകളും മാലിന്യങ്ങളും നിറഞ്ഞ നിലയിൽ. വേനൽക്കാലത്ത് പരിസരത്തെ വീടുകളിലെ ജലസ്രോതസ്സുകൾ സമൃദ്ധമാകുന്നതിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന് വലിയ പങ്കുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വേനൽക്കാലത്ത് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതുമൂലം മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് തോടിന്റെ ബണ്ടുകൾ പൊട്ടുകയും തോട് കരകവിഞ്ഞ് ഒഴുകുന്നതും പരിസര പ്രദേശത്തെ ഭവനങ്ങളിൽ വെള്ളം കയറുന്നതും പതിവായിരുന്നു. മഴക്കാലത്തിന് മുൻപായി വലിയ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി ജലസ്രോതസ് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻകാലങ്ങളിൽ ചിറ്റാറ്റുകരയിലേക്ക് വഞ്ചിയിൽ ചരക്കുകൾ വന്നിരുന്ന തോടായിരുന്നു ഇത്. ചരിത്ര പ്രാധാന്യമുള്ള തോട് വൃത്തിയാക്കുകയും പാതി വഴിയിൽ നിലച്ച സർവേ നടപടികൾ പൂർത്തിയാക്കി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനോടുള്ള എളവള്ളി പഞ്ചായത്ത് അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ആവശ്യപ്പെട്ടു. 4 വർഷമായിട്ട് വൃത്തിയാക്കുന്ന ആ നടപടികൾ ഒന്നും തന്നെ ചെയ്യാതെ ഇന്ന് മുളങ്കൂടുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ തോട് വൃത്തിയാക്കുന്നതിനും പാർശ്വഭിത്തികൾ കെട്ടുന്നതിനും വേണ്ടി എല്ലാ ബജറ്റിലും ലക്ഷങ്ങൾ കോടികൾ അതിനുവേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ഒരു പൈസ പോലും അതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല, അത് നടത്തിയിട്ടുമില്ല. പാർശ്വഭിത്തി കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിനപ്പുറം ഇതിന് സർവേ നടത്തി അനധികൃതമായി കയ്യേറിയവരുടെ കയ്യിൽ നിന്നും ആ ഭൂമി തിരിച്ചു പിടിപ്പിക്കുന്ന ആ നയം അതും ഇന്ന് വരെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ചെയ്തിട്ടില്ല. TCV ന്യൂസ്, പാവറട്ടി.